ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമുക്കിനി അടുത്ത സ്റ്റിച്ച് ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോകുന്നത് ക്രോസ് സ്റ്റിച്ചാണ്. അപ്പോൾ അതിനായിട്ട് 2 ലൈൻ വരച്ചെടുത്തിട്ട് കണ്ടോ, താഴത്തെ ലൈനിൽ നിന്നും ഇതുപോലെ ഒന്ന് ചെരിച്ച് കൊടുക്കുക. എന്നിട്ട് മീദത്തെ ലൈനിൽ നിന്നും സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ മീതെ നമ്മളിതുപോലെ ചെരിച്ച് കൊടുക്കുക. താഴേക്ക് കുത്തിയെടുക്കുമ്പം കണ്ടില്ലേ, ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. താഴത്തെ ലൈനിൽ നമ്മൾ ആ ത്രെഡിനെ ഒന്ന് മീദത്തെ ലൈനിലേക്ക് ചെരിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് മീദത്തെ ലൈനിൽ നിന്നും താഴത്തെ ലൈനിലേക്ക് കുത്തിയെടുക്കുമ്പം ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ലെവലിൽ ഈ ഒരു ലൈന് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ലൈന് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് പിടിക്കാം. നമ്മൾ ഈ ഒരു റിങ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം. അതിന് ശേഷം കണ്ടോ ഇതേപോലെ. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള സ്റ്റിച്ചിൻ്റെ പോയിന്റിൽ നിന്നും ഫസ്റ്റത്തെ സ്റ്റിച്ചിൻ്റെ പോയിന്റിലേക്ക്, അതായത് താഴത്തെ പോയിന്റിൽ നിന്നും മീദത്തെ ലൈനിലെ പോയിന്റിലേക്ക് കുത്തി സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു ക്രോസ് സ്റ്റിച്ച് വന്നില്ലേ നമുക്ക്. അപ്പോൾ അതേപോലെ എല്ലാതും ചെയ്ത് കൊടുക്കാം കേട്ടോ. താഴത്തെ ലൈനിലെ ആ സ്റ്റിച്ച് ചെയ്തെടുത്ത സെയിം പോയിന്റിൽ നിന്ന് തന്നെയാണ് കുത്തേണ്ടതും. മീദത്തെ ലൈനിലേക്ക് നമ്മൾ കുത്തി കൊടുക്കുമ്പോഴും സെയിം പോയിന്റിലേക്ക് കുത്തി കൊടുക്കുക. കണ്ടോ, ഇത് 2 മെത്തേഡിലാണ് നമ്മളിന്നിവിടെ ചെയ്യുന്നത് കേട്ടോ. 2 മെത്തേഡിൽ നമുക്ക് ക്രോസ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്, ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഇതുകൂടെ കഴിഞ്ഞിട്ടുണ്ടേ. കണ്ടില്ല, ലാസ്റ്റത്തെ ഇതിൽ നമ്മളിതുപോലെ കൊടുത്തിട്ട് താഴേക്ക് കുത്തിയിറക്കി എന്ത് ചെയ്യാം, കെട്ടിട്ട് കൊടുക്കാം. ഇനി അടുത്ത ഇത് ചെയ്യാനായിട്ട് ഞാൻ 2 ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ താഴെ നിന്നും കുത്തിയെടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് ഹെറിംഗ് ബോൺ സ്റ്റിച്ച് ചെയ്തില്ലേ, അതേപോലെയാണ് കുത്തിയെടുക്കുന്നത് കേട്ടോ. പിന്നെ താഴത്തെ നിന്ന് മീദത്തെ ആ സെയിം പോയിന്റിലേക്ക്, മീദത്തെ ലൈനിലെ ആ സ്റ്റിച്ചിൻ്റെ സെയിം പോയിന്റിലേക്കാണ് കൊടുക്കുന്നത്. പിന്നെ താഴത്തെ ഹെറിംഗ് ബോൺ സ്റ്റിച്ച് പോലെ ഫ്രണ്ടിൽ നിന്നും ബാക്കിലേക്ക് കുത്തുക. കണ്ടോ, എന്നിട്ട് ഫ്രണ്ടിൽ നിന്ന്, അതായത് മീദത്തെ ലൈനിൽ നിന്ന് താഴത്തെ സെയിം പോയിന്റിലേക്ക് കുത്തിയിറക്കി കൊടുക്കുക. കണ്ടോ, അപ്പോൾ ഫസ്റ്റ് ഹെറിംഗ് ബോൺ ചെയ്യുന്നു, പിന്നെ മീദത്തെ ലൈനിലേക്ക് സെയിം പോയിന്റിലേക്ക് ഇതേപോലെ കുത്തിയെടുക്കുക. ഇത് കുറച്ചൊരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റിച്ചാണ് കേട്ടോ. രണ്ടാമത്തെ ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് ചെയ്തത് വലിയ കുഴപ്പമില്ല, വലിയ കൺഫ്യൂസ്ഡ് ഒന്നുമല്ല. പക്ഷെ രണ്ടാമത് ചെയ്യുമ്പോൾ ചെറിയൊരു കൺഫ്യൂസ്ഡ് വരും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് നോക്കിയിട്ട് ചെയ്യുക, എങ്ങനെയാണിത് കുത്തിയെടുക്കുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. കേട്ടോ, ഹെറിംഗ് ബോണ്ട് സ്റ്റിച്ച്, അതായത് ഫ്രണ്ടിൽ നിന്നും ബാക്കിലേക്ക് കൊടുക്കുക. പിന്നെ ചെയ്യുമ്പം താഴത്തെ ലൈനിൽ നിന്ന് മീദത്തെ ലൈനിലെ ആ സെയിം പോയിന്റിലേക്ക് കുത്തിയെടുക്കാം. കണ്ടോ, പിന്നെ താഴത്തെ ലൈനിൽ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് കൊടുക്കുക. പിന്നെ മീദത്തെ ലൈനിൽ നിന്ന് താഴത്തെ ലൈനിലേക്ക് സെയിം പോയിന്റിലേക്ക് സ്റ്റിച്ച് ചെയ്യുക. കണ്ടില്ല, ഇത് മനസ്സിലാവുന്നില്ലേ അല്ലേ. കുറച്ചൊരു ടഫ് ഉണ്ടല്ലേ കാണുമ്പോൾ, ഇത്തിരി ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള, ടഫ് മീൻസ് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റിച്ചാണ്. എന്നാലും എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. 2 രീതിയിലും നമുക്ക് ക്രോസ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഈ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പലർക്കും ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടാവാം അല്ലേ, പക്ഷേ പോയി പഠിക്കാനും അതുപോലെ തന്നെ എന്താ പറയുക, ഫീസിൻ്റെ ബുദ്ധിമുട്ടുള്ള പല സാഹചര്യങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുള്ളവരുണ്ടാവാം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും കൂടി ആണ് ഈ ഒരു വീഡിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. സോറി, ഇവിടെ ഒന്ന് മിസ്റ്റേക്ക് പറ്റി കേട്ടോ, ഞാനൊന്ന് ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ടേ. കണ്ടോ, ഞാൻ പറഞ്ഞത് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റിച്ചാണ്. അപ്പോൾ മൈൻഡിൽ നിന്നത് പോയാൽ നമ്മുടെ സ്റ്റിച്ചിനും തെറ്റ് പറ്റും കേട്ടോ. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് തന്നെ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കണേ. ഇനി ലാസ്റ്റ് ഇതുപോലെ കുത്തിയിറക്കി കൊടുക്കുക. ഇനി കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ബാക്ക് കണ്ടോ, ഈ ഒരു ഷേപ്പിലാണ് വരിക കേട്ടോ.